ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്നൊരു സിനിമയ്ക്ക് പോകാൻ പോവാട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് വെറുതെ ഒരു ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് നമുക്കൊരു കുടിരിക്കലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ പോവുകയാണ്. അപ്പോൾ മക്കളെ കൊണ്ടുപോകണം. ഇനി വൈകുന്നേരം ഞങ്ങൾ വരുള്ളൂ കേട്ടോ. ചുറ്റിക്കറങ്ങി ഒക്കെ ഒന്ന് പോവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുഞ്ചു അവിടെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. കുഞ്ചു ഹായ് പറയൂ. ഹായ് പറ. ഹായ്. ഇതവിടെ കുറേ കുട്ടികളുണ്ട് കേട്ടോ നമ്മളെ കൂടെ. കുഞ്ചന്മാരും കുഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകട്ടോ. സിനിമയ്ക്ക് പോയിട്ട് ഒരുപാട് പരിപാടികളുണ്ട്. വണ്ടൂർ ചെന്നിട്ടില്ലേ, ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടകളിലൊക്കെ ഒന്ന് കയറി കറങ്ങണം. അപ്പോൾ ബസ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ചു അവിടെ എങ്ങനെ ഇരുന്നിട്ടോ. ഒന്ന് ബസ്സിലിരിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടത്. നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് പോണത്. എന്തെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പോവാട്ടോ. മറ്റേത് ഇവിടുന്ന് നമ്മൾ ഇൻ്റർവെല്ലിന് പുറത്തിറങ്ങി വാങ്ങണ്ടേ. അപ്പോൾ നമ്മൾ അവിടെ കടയിൽ പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വാങ്ങിയത് കേട്ടോ. രണ്ട് വിധം കടല വാങ്ങിയിട്ടുണ്ട്. അതാകുമ്പോൾ കുറേ നേരം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് കേട്ടോ. കുഞ്ഞുവിൻ്റെ കയ്യിലെന്താ മുന്തിരിയോ? മുന്തിരിങ്ങ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി, കടലയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ സിനിമയ്ക്കാണ് കയറിയാൽ മതിട്ടോ. അപ്പം നമ്മൾ കയറിട്ടോ. അപ്പോൾ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മളെ ഫസ്റ്റ് കേട്ടോ നമ്മൾ ഇവിടെ എത്തുന്നത്, ഷോ കാണാനായിട്ട് ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ നമ്മളിതാ തിയേറ്ററിൻ്റെ ഉള്ളിൽ എത്തിയിട്ട് നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റൊക്കെ നോക്കുകയാണ്. സീറ്റൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ 5 ടിക്കറ്റാട്ടോ നമ്മളെടുത്തത്. അപ്പോൾ അങ്ങനെ നോക്കിയതാ നമ്മളെല്ലാവരും അങ്ങനെ ഇരുന്ന് കുട്ടികളൊക്കെ ഓക്കെ റെഡി ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കുറച്ച് കഴിക്കാനൊക്കെ ഇത് വാങ്ങിയിരുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർക്ക് കഴിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ കുഞ്ചു കണ്ടില്ലേ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ പടക്കളം കാണാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇതാ കുഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അവൾ ഇരിക്കുക എന്തോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇൻ്റർവെല്ലിൽ നിന്ന് കാപ്പി പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ 2 പോപ്കോണൊക്കെ വാങ്ങി വെള്ളം വീടുന്ന് തുടങ്ങിയത് കേട്ടോ. കുട്ടികളെ കൊണ്ട് പോരല്ലേ. അപ്പോൾ നമ്മളിതാ വീണ്ടും കയറാൻ പോവാണ് ഗൈസ്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. നമ്മൾ സിനിമ കഴിഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. കുഞ്ചാണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഫൺ സിറ്റിയിൽ ഇങ്ങനെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കൾക്ക് അവിടെ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കട്ടെ, എന്ത് വേണം എന്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പോകാൻ വേണ്ടിയിട്ട് മഴ പെയ്തിട്ട് ആകെ അന്തരീക്ഷമൊക്കെ വളരെ മോശമാണ്. സിനിമയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ എന്നില്ല കേട്ടോ. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും ഈ പാടൊക്കെ ആകെ മൂടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ തന്നെ പെയ്തു കേട്ടോ. നമ്മൾ സിനിമ കാണാൻ 2.5 മണിക്കൂർ ഇരുന്നപ്പോഴത്തേക്കിനും ഇവിടെ നല്ല മഴയാണ് പുറത്ത്. ഇപ്പോൾ കണ്ടേ മഴക്കാലം പോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നടന്ന് വരിക കേട്ടോ. നമ്മൾ ഫൺ സിറ്റിയിലും കയറാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. ഒരു ചായ ഒക്കെ കുടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കുഞ്ചു നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞാൻ പണ്ട് ബാക്കി വെച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഫൺ സിറ്റിയിൽ വന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അന്ന് നമ്മൾ നേരം വൈകിയിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ബാക്കി കേട്ടോ ഞാൻ ഇടുന്നത്. ഇന്ന് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ് അതിൽ കയറി കളിക്കണമെന്നൊക്കെ. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മൾക്കൊന്ന് കയറി നോക്കാം കേട്ടോ. കുറച്ച് നേരമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ സിനിമ കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഏതായാലും നോക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ അതാ നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഒരുപാട് ഗെയിംസൊക്കെ ഉണ്ട് ഇവിടെ കളിക്കാനായിട്ട്. സ്വിമ്മിംഗ് പൂളുണ്ട്, കുട്ടികൾക്ക് ചാടാനും വലിയവർക്ക് ചാടാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ അതിലൊന്നും മഴ ചാരിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് കൂടുതൽ സമയമൊന്നും ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം ഒന്ന് കണ്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചുറ്റി കറങ്ങും കേട്ടോ. അതായത് ട്രെയിൻ പോലത്തെ കുട്ടികൾക്ക് കളിക്കാനുള്ള കയറി പോകാനുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് ഓരോക്കെ കയറണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുക കേട്ടോ. നമുക്ക് എന്തെങ്കിലും കയറുന്നത്, പക്ഷെ മഴയാവുകൊണ്ട് ഇവിടെ ഈ ഗെയിമിലൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, കുട്ടിക്ക് ഇങ്ങനെ ചാടി കളിക്കാൻ പറ്റുന്ന ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമായിട്ടോ. കുഞ്ചു നമ്മൾ കോഴിക്കോട് പോയപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു, അവൾക്കത് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ കേട്ടിട്ട് ഇങ്ങനെ മേലേക്ക് പോകണം, അങ്ങനത്തെ ഓരോ ഗെയിംസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇത്ര ഗെയിമൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടൂർ വരും പോകും എന്നല്ലാതെ നമ്മളിതിനൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അപ്പോൾ ഏതായാലും നമ്മളിതൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്ന് വിചാരിച്ചു. മഴ എപ്പോഴും ചാറിക്കൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഒരു വണ്ടി പോലത്തെ ഒക്കെ ഒരു സെറ്റിങ്സൊക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കുറച്ച് സ്ഥലത്താണെങ്കിലും ഒരുപാട് ഗെയിമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളെ കൊണ്ട് വരാൻ പറ്റുന്നൊരു പാർക്ക് തന്നെയാണിത്. ഇപ്പോൾ ഇതവിടെ ഓരോ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേശ്ശൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ കേട്ടോ. ഇവിടെ ഒരു കണ്ടില്ലേ, കൊക്കിൻ്റെയൊക്കെ ചിത്രം പ്രതിമ പോലെ വെച്ചിട്ട് ഇവിടെ വെള്ളമുണ്ട്, മീനുണ്ട് അതിൽ. അപ്പോൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ പാടത്താണ് കേട്ടോ. അതിങ്ങനെ നമ്മളെ മണൽമ സ്റ്റാൻഡിൽ തന്നെയാണ്. സ്റ്റാൻഡിൽ നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് തന്നെയാണിത്. അപ്പോൾ പലരും ഇതൊന്നും കയറാത്തവരുണ്ടാവും നമ്മളെപ്പോലെ തന്നെ. അപ്പോൾ അവർക്ക് കുട്ടികളെ കൊണ്ടുവന്ന് വരിക, എൻജോയ് ചെയ്യുക. എപ്പോഴും നമ്മൾ വെള്ളമൊക്കെ നിറച്ച് ഇങ്ങനെ ഓരോ കല്ല് കൊണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് നമ്മൾ പ്രകൃതി എന്താ പറയുക, രമണീയമായിട്ടുള്ള സ്ഥലമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇതെവിടെ ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് കാണുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ചെയ്യണേ.